ഇന്ത്യൻ റെയിൽവേയുടെ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പ്രവർത്തനക്ഷമമായ സ്റ്റീം ലോക്കോമോട്ടീവാണ് ഫെയറി ക്വീൻ. ഇന്ത്യൻ റെയിൽവേയുടെ മൂന്നാമത്തെ പഴക്കമുള്ള പ്രവർത്തനക്ഷമമായ ലോക്കോമോട്ടീവാണ് EIR 21. ഇത് 1855-ൽ നിർമ്മിച്ച ഒരു സ്റ്റീം ലോക്കോമോട്ടീവാണ്. ഇത് നിലവിൽ ചെന്നൈയിലെ പിർ ലോക്കോ വർക്ക്ഷോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പുനഃസ്ഥാപിക്കുകയും പ്രത്യേക അവസരങ്ങളിൽ പൈതൃക റണ്ണുകൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പഴക്കം ചെന്നത് ഫെയറി ക്വീനാണ്, അതും ഒരു സ്റ്റീം ലോക്കോമോട്ടീവാണ്. രണ്ടാമത്തേത് ഏതാണെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ താഴെ കൊടുക്കുന്നു. EIR 21. ഈ ലോക്കോമോട്ടീവ് 1855-ൽ ഇംഗ്ലണ്ടിലാണ് നിർമ്മിച്ചത്. തുടക്കത്തിൽ ഈസ്റ്റ് ഇന്ത്യൻ റെയിൽവേയാണ് ഇതുപയോഗിച്ചിരുന്നത്. ഇത് പുനഃസ്ഥാപിക്കുകയും സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം തുടങ്ങിയ പ്രത്യേക അവസരങ്ങളിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ഫെയറി ക്വീൻ 1855-ൽ നിർമ്മിച്ച ഫെയറി ക്വീൻ ലോകത്തിലെ ഏറ്റവും പഴയ പ്രവർത്തനക്ഷമമായ സ്റ്റീം ലോക്കോമോട്ടീവാണ്. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ പൈതൃക ഫ്ലീറ്റിന്റെ ഭാഗമാണ്. മറ്റു പൈതൃക ലോക്കോമോട്ടീവുകൾ ഇന്ത്യൻ റെയിൽവേയുടെ പക്കൽ EIR 21, ഫെയറി ക്വീൻ എന്നിവ ഉൾപ്പെടെ ചരിത്രപരമായ പ്രാധാന്യമുള്ള പൈതൃക ലോക്കോമോട്ടീവുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. അവ സംരക്ഷിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. 4 മാർച്ച് 9 എന്നെപ്പോലെയുള്ള നിരവധി റെയിൽവേ ആരാധകർക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാര ദിനമായിരുന്നു. അന്ന് ലോകത്തിലെ ഏറ്റവും പഴയ പ്രവർത്തനക്ഷമമായ ലോക്കോമോട്ടീവായ EIR 22 ഫെയറി ക്വീൻ ഡൽഹി കാൻറ്റും റവാരിയും തമ്മിലുള്ള പ്രത്യേക റണ്ണിൽ ആവി പറത്തിക്കൊണ്ട് ഫെയറി ക്വീൻ എക്സ്പ്രസ്സായി ഓട്ടി. 169 വർഷം പഴക്കമുള്ള ഈ പൈതൃകം ഇംഗ്ലണ്ടിലെ ലീഡ്സിലുള്ള കിഡ്സൺ, തോംസൺ ആൻഡ് ഹെവിറ്റ്സൺ എന്നിവിടങ്ങളിൽ നിന്ന് കൊൽക്കത്തയിലെത്തിച്ചതാണ്. അന്ന് ഈ ലോക്കോമോട്ടീവ് ഭാവിയിൽ ലോകത്തിലെ ഏറ്റവും പഴയ പ്രവർത്തനക്ഷമമായ ലോക്കോമോട്ടീവായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. എന്നാൽ 1997-ൽ ചെന്നൈയിലെ പേരമ്പൂർ ലോക്കോമോട്ടീവ് വർക്ക്ഷോപ്പ് ഇത് പുനഃസ്ഥാപിച്ചു. അടുത്ത വർഷം 1998 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഇതിനെ ലോകത്തിലെ ഏറ്റവും പഴയ ഓടുന്ന ലോക്കോമോട്ടീവായി പ്രഖ്യാപിച്ചു. നിലവിൽ ഈ ലോക്കോമോട്ടീവ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കായി 2 കോച്ചുകളുള്ള ഫെയറി ക്വീൻ എക്സ്പ്രസ് എന്ന പേരിൽ ഒരു പ്രത്യേക ട്രെയിനായി പ്രവർത്തിക്കുന്നു. അത്തരത്തിലുള്ള ഒരു റൺ ഇന്നലെ ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റെയിൽവേ ആരാധകർ അതിൽ പങ്കെടുത്തു. ഞാനും ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു. ഈ ചെറിയതും എന്നാൽ ശക്തവുമായ യന്ത്രം ആവി പറത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്നത് കാണുന്നത് എന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാര നിമിഷമായിരുന്നു. ആ നിമിഷം എന്നേക്കുമായി ഒരു ഓർമ്മയായി സൂക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു.